ഇനി ചിന്തിക്കാനുള്ള പദാർത്ഥം അവയവം ആണ്. അവയവം അനുമാന പ്രമാണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അനുമാനം സ്വാർത്ഥാനുമാനം അല്ലെങ്കിൽ സ്വാർത്ഥാനുമിതി, പരാർത്ഥ അനുമിതി അല്ലെങ്കിൽ പരാർത്ഥ അനുമാനം, ഇങ്ങനെ രണ്ടു വിധമുണ്ട്. സ്വാർത്ഥം, അർത്ഥം എന്നാൽ പ്രയോജനം, തൻ്റെ. സ്വാർത്ഥം എന്നാൽ തൻ്റെ പ്രയോജനം, തൻ്റെ പ്രയോജനത്തിനു വേണ്ടി താൻ ചെയ്യുന്ന അനുമാനമാണ് സ്വാർത്ഥാനുമാനം. ഒരാള് പർവ്വതത്തിന്റെ ചുവട്ടിൽ ചെല്ലുന്നു, ആ പർവ്വതത്തിൽ നോക്കുന്നു, അവിടെ പുക കാണുന്നു. പുക കാണുമ്പോൾ പുകയുള്ളയിടത്ത് തീയും ഉണ്ടാകും എന്ന വ്യാപ്തി സ്മരിക്കുന്നു, ഓർക്കുന്നു. അടുക്കളയിലും മറ്റും തീയും പുകയും നിയമേന ഒരുമിച്ച് കണ്ടിട്ടാണ് വ്യാപ്തിജ്ഞാനം ഉണ്ടാകുന്നത്. പ്രത്യക്ഷത്തിൽ നിന്നാണ് വ്യാപ്തിജ്ഞാനം ഉണ്ടായത്. അങ്ങനെ വ്യാപ്തിജ്ഞാനമുള്ള ആൾ പർവ്വതത്തിന്റെ ചുവട്ടില് ചെല്ലുന്നു. ആ പർവ്വതം പ്രത്യക്ഷമാണ് അയാൾക്ക്. പർവ്വതത്തിൽ പുക കാണുന്നു, പുകയും പ്രത്യക്ഷമാണ്. അങ്ങനെ പ്രത്യക്ഷമായ പർവ്വതത്തിൽ പ്രത്യക്ഷമായ പുക കാണും. പുക കാണുമ്പോൾ മുമ്പ് കണ്ടിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പുകയുള്ളയിടത്ത് തീയുണ്ടാകും എന്ന് ഓർക്കുന്നു. അങ്ങനെ ഓർക്കുമ്പോൾ പർവ്വതത്തിൽ പുകയുള്ളതുകൊണ്ട് തീയും ഉണ്ട്. പർവ്വതോ വന്യമാൻ ധൂമാത് എന്ന അനുമതി അയാൾക്ക് ഉണ്ടാകുന്നു. ഇതാണ് സ്വാർത്ഥാനുമതിയുടെ സ്വരൂപം. തനിക്ക് വേണ്ടി താൻ തന്നെ ചെയ്യുന്ന അനുമാനമാണ് ഇത്. ഈ പരാർത്ഥ അനുമാനം, പരൻ അന്യൻ, അന്യന്റെ പ്രയോജനം പരാർത്ഥം, പരാർത്ഥമായിട്ട് ചെയ്യുന്ന മറ്റൊരാളുടെ പ്രയോജനത്തിന് വേണ്ടി ചെയ്യുന്ന അനുമാനത്തെയാണ് പരാർത്ഥ അനുമാനം എന്ന് പറയുന്നത്. തനിക്ക് അനുമതി നേരത്തെ തന്നെ ഉണ്ടായിട്ടുള്ള ആള് ഇത് മറ്റൊരാൾക്കുണ്ടാകണം എന്ന് ആഗ്രഹിച്ച് അയാളിൽ ഈ അനുമതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു. അതിന് യോഗ്യമായ ഉപായം പ്രയോഗിക്കുന്നു. അതുവഴി ആ ആളിൽ അനുമതി ഉണ്ടാകുന്നു. ഇതാണ് പരാർത്ഥ അനുമതിയുടെ പ്രവൃത്തി. ഇങ്ങനെ പരാർത്ഥ അനുമതി മറ്റൊരുത്തനിൽ ഈ അനുമതി ഉണ്ടാക്കാൻ വേണ്ടി അവലംബിക്കുന്ന ഉപായം പഞ്ചാവയവ വാക്യം എന്ന് ന്യായശാസ്ത്രത്തിൽ പ്രസിദ്ധമായ വാക്യത്തിന്റെ പ്രയോഗമാണ്. പഞ്ച അവയവ വാക്യം, 5 അവയവങ്ങളോടുകൂടിയ വാക്യം. പഞ്ചാവയവ വാക്യം കേൾക്കുന്ന ആൾക്ക് അത് കേൾക്കുന്നത് കൊണ്ട് തന്നെ വേറെ ഉപായത്തെ ഒന്നും ആശ്രയിക്കാതെ ഈ പഞ്ചാവയവ വാക്യം കേൾക്കുന്നത് കൊണ്ട് മാത്രം
അനുമതി ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള പഞ്ചാവയവ വാക്യത്തിലെ 5 അവയവങ്ങൾ ആണ് അവയവം എന്ന പദാർത്ഥം. ആ പദാർത്ഥത്തെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഏതൊക്കെയാണ് ഈ 5 അവയവങ്ങൾ എന്ന് ആദ്യം പറയുന്നു. പ്രതിജ്ഞാ ഹേതു ഉദാഹരണ ഉപനയ നിഗമനാന്യ അവയവാ. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം ഇവയാണ് അവയവങ്ങൾ. ആദ്യം 5 അവയവങ്ങളെയും പേരുകൊണ്ട് പറഞ്ഞു, അവയവങ്ങളെ നിർദ്ദേശിച്ചു. പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം, നിഗമനം എന്നിവയാണ് അവയവങ്ങൾ. ഇനി ഓരോ അവയവത്തിൻ്റെയും ലക്ഷണം കാണിക്കുന്നു. ആദ്യം പ്രതിജ്ഞയുടെ ലക്ഷണം. എന്താണ് പ്രതിജ്ഞ? സാധ്യനിർദ്ദേശ പ്രതിജ്ഞ. സാധ്യനിർദ്ദേശ പ്രതിജ്ഞ. സാധ്യനിർദ്ദേശത്തെയാണ് പ്രതിജ്ഞ എന്ന് പറയുന്നത്. സാധ്യം എന്താണ്? അറിയേണ്ട ധർമ്മത്തോടു കൂടിയ ധർമ്മിയാണ് സാധ്യം. പർവ്വതോ വന്യമാൻ, വന്യമാനാണ് പർവ്വതം എന്നതാണ് സാധ്യം. അവിടെ അറിയേണ്ട ധർമ്മത്തോടു കൂടിയ ധർമ്മി. അറിയേണ്ട ധർമ്മം വന്യമത്വമാണ്, വന്യയോടുകൂടി ഇരിക്കുന്നു എന്നതാണ്. അതിൻ്റെ ധർമ്മി പർവ്വതം. അപ്പൊ പർവ്വതോ വന്യമാൻ എന്ന് പറയുന്നിടത്ത് ഈ വന്യമത്വം എന്ന ധർമ്മത്തോടു കൂടിയ ആ വന്യമത്വത്തിന്റെ ധർമ്മിയായ പർവ്വതം എന്ന വിഷയം ശ്രദ്ധിക്കുന്നു. ഈ അറിയേണ്ട ധർമ്മത്തോടു കൂടിയ ധർമ്മിയാണ് സാധ്യം. സാധ്യം എന്നാൽ സാധിക്കേണ്ടത്. ഏതാണോ സാധിക്കേണ്ടത് അത് സാധ്യം. ഈ സാധ്യത്തിന്റെ പരിഗ്രഹം, സ്വീകരണം ഏത് അവയവത്തിലുണ്ടോ അത് പ്രതിജ്ഞ. ഏത് അവയവത്തിലാണോ സാധ്യത്തിന്റെ പരിഗ്രഹം, സ്വീകരണം ഉള്ളത് ആ അവയവം പ്രതിജ്ഞ. ഉദാഹരണം, പർവ്വതത്തിൽ തീയുണ്ട്, പർവ്വതോ വന്യമാൻ. പർവ്വതം തീയുള്ളതാണ്, പർവ്വതത്തിൽ തീയുണ്ട് എന്ന് ഒരു ഉദാഹരണം. ശബ്ദോ അനിത്യ, ശബ്ദം അനിത്യമാണ് എന്ന് പ്രതിജ്ഞയുടെ വേറെ ഉദാഹരണം. രണ്ടാമത്തെ ഹേതു. ഉദാഹരണ സാധർമ്യാർ. സാധ്യസാധനം ഹേതു. ഉദാഹരണ സാധർമ്യാർ. ഉദാഹരണത്തോടുള്ള സാധർമ്യം ഹേതുവായിട്ട്. സാധർമ്യം, സമാനമായ ധർമ്മത്തോടു കൂടി ഇരിക്കുക എന്നതാണ് സാധർമ്യം. ഉദാഹരണത്തിന്റെ സാധർമ്യം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നത് ഹേതു. ഉദാഹരണം എന്ന് പറയുന്നത് ദൃഷ്ടാന്തത്തെയാണ്. അതിനോടുള്ള സാധർമ്യം, സമാന ധർമ്മം, അതേ ധർമ്മത്തോടു കൂടിയതായിരിക്കുക എന്നാണ്. ഇത് പക്ഷത്തിൽ ഉണ്ട്. ഉദാഹരണത്തോടുള്ള സാധർമ്യം പക്ഷത്തിൽ ഉണ്ട്.
പർവ്വതോ വന്യമാൻ ധൂമാർ എന്ന് പറഞ്ഞല്ലോ. അവിടെ പർവ്വതത്തില് പുക കാണുന്നു, പർവ്വതത്തിൽ പുകയുണ്ട്. ഇനി ഉദാഹരണം ആയിട്ടുള്ള അടുക്കളയിലും പുകയുണ്ട്. എപ്പോഴാണ് പുകയുണ്ടാവുക? തീയുണ്ടെങ്കിൽ പുകയുണ്ടാവും, തീയില്ലെങ്കിൽ പുകയുണ്ടാവില്ല. അപ്പൊ പുകയോടുകൂടിയിരിക്കുക എന്ന ധർമ്മം പർവ്വതത്തിലും അടുക്കളയിലും തുല്യമായിട്ട് ഉണ്ട്. ആ സാധർമ്മ്യം, പുകയോടുകൂടിയിരിക്കുക എന്നത് ധൂമവത്വം, ഇതാണ് ഹേതു. ആ ധർമ്മം സാധ്യത്തെ സാധിക്കുന്നു. സാധ്യം പർവ്വതത്തിൽ വന്യമുണ്ട് എന്നതാണ്. പർവ്വതോ വന്യമാൻ എന്നതാണ് സാധ്യം. അതിൻ്റെ സാധനം, അതിനെ സാധിക്കുന്നത് ഏതോ അത് സാധനം. അത് ഉദാഹരണത്തിന്റെ സാധർമ്മ്യം കൊണ്ട് ധൂമമാണ് വന്യമുണ്ട് എന്നതിന് തെളിവ്, പ്രമാണം. പുകയുള്ളത് കൊണ്ട് തീയുമുണ്ട്. പുകയുണ്ടായിരിക്കുക എന്നത് പർവ്വതത്തിലും അടുക്കളയിലും സമമായിട്ട് ഉണ്ട്. അങ്ങനെ ദൃഷ്ടാന്തത്തിലും പക്ഷത്തിലും സമമായി ഇരിക്കുന്നതുകൊണ്ട് പുകയോടുകൂടി ഇരിക്കുന്നത് എന്ന ധർമ്മം ഉള്ളതുകൊണ്ട് സാധ്യസാധനം, സാധ്യത്തിന്റെ സാധനം ആയിരിക്കുന്നത് ഹേതു. ധൂമവത്വമാണ് ഇവിടെ ഹേതു. ധൂമമാണ് ഹേതു. ധൂമമുള്ളത് കൊണ്ട് വന്യമുണ്ട്. ഉദാഹരണത്തിന്റെ സാധർമ്മ്യം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നത് ഹേതു എന്ന ഹേതുവിന്റെ താല്പര്യം. ഉദാഹരണം എന്ന് പറയുന്നതിന് ദൃഷ്ടാന്തം. അതിനോടുള്ള സാധർമ്മ്യം, സമാനധർമ്മത, അതേ ധർമ്മത്തോടു കൂടിയതായിരിക്കുക എന്നത് പക്ഷത്തിലുണ്ട്. പുകയോടു കൂടിയതായിരിക്കുക എന്ന ദൃഷ്ടാന്തത്തിലുള്ള ധർമ്മം പക്ഷത്തിലും ഉണ്ട്. അടുക്കളയിലുള്ള പുകയോടുകൂടി ഇരിക്കുക എന്ന ധർമ്മം പർവ്വതത്തിലും ഉണ്ട്. ആ ധർമ്മമുള്ളയിടത്ത് നിശ്ചയമായി ഉണ്ടായിരിക്കേണ്ട വേറെ ധർമ്മവും അതുകൊണ്ട് പക്ഷത്തിൽ ഉണ്ടായിരിക്കും. പുകയുള്ളയിടത്ത് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ട വേറെ ധർമ്മവും അതുകൊണ്ട് പക്ഷത്തിൽ ഉണ്ടായിരിക്കും. രണ്ടു ധർമ്മങ്ങൾ, ആ രണ്ടു ധർമ്മങ്ങൾ എപ്പോഴും ഒരുമിച്ചിരിക്കും. ഇതാണ് വ്യാപ്തി എന്ന് പറയും. സാഹചര്യ നിയമമാണല്ലോ വ്യാപ്തി. സഹചരങ്ങൾ എപ്പോഴും ഒരുമിച്ച് പോകുന്നവ. അപ്പൊ എവിടെ പുകയുണ്ടോ അവിടെ തീയുണ്ട് എന്ന സാഹചര്യ നിയമമാണ് വ്യാപ്തി. ഒരു ധർമ്മമുണ്ടെങ്കിൽ മറ്റേ ധർമ്മമുണ്ട്. ധൂമവത്വം ഉണ്ടെങ്കിൽ വന്യമത്വവും ഉണ്ട്, നിർബന്ധമായിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള രണ്ട് ധർമ്മങ്ങളിൽ ഒന്ന് അറിയപ്പെടുന്നു, മറ്റേത് അറിയപ്പെട്ടിട്ടില്ല. പർവ്വതത്തിൽ പുക കാണുന്നു, വന്യ കാണുന്നില്ല. വന്യമത്വം ധൂമവത്വം എന്ന രണ്ട് ധർമ്മങ്ങളിൽ ഒരു ധർമ്മം പ്രത്യക്ഷം കൊണ്ട് അറിയുന്നു. പർവ്വതത്തിൽ പുകയുണ്ട്. അങ്ങനെ ഒന്ന് അറിയപ്പെടുമ്പോൾ അതുള്ളയിടത്ത് അവശ്യമുണ്ടായിരിക്കേണ്ട മറ്റേതും പക്ഷത്തിൽ ഉണ്ട് എന്നറിയുന്നു. പർവ്വതത്തിൽ പുക ഉള്ളതുകൊണ്ട് തീയും ഉണ്ട് എന്ന് അറിയുന്നു.
ഇങ്ങനെ ഹേതു ധൂമവത്വം എന്ന ഹേതു സാധ്യസാധകം ആകുന്നു. സാധ്യത്തെ സാധിക്കുന്നത്. വന്യമുണ്ടെന്നാണ് സാധിക്കേണ്ടത്. അതിനെ സാധിക്കുന്നതായിരിക്കുന്നു ഹേതു. ദൃഷ്ടാന്തത്തിലുള്ള പ്രസിദ്ധമായ ധർമ്മം, കിട്ടിക്കഴിഞ്ഞ ധർമ്മം, അറിയപ്പെട്ട ധർമ്മം, അത് പക്ഷത്തിലും ഉണ്ട് എന്ന് പറയുന്ന അവയവമാണ് ഹേതു. ദൃഷ്ടാന്തത്തിലുള്ള പ്രസിദ്ധമായ ധർമ്മം പക്ഷത്തിലുമുണ്ട് എന്ന് പറയുന്നത് ആണ് ആ അവയവമാണ് ഹേതു. അടുക്കളയിലുള്ള പ്രസിദ്ധമായ ധർമ്മം പുകയുണ്ടായിരിക്കുക എന്നത്, ധൂമവത്വം എന്നത് പർവ്വതത്തിൽ ഉണ്ട് എന്ന് പറയുന്ന അവയവമാണ് ഹേതു. പർവ്വതത്തിൽ തീയുണ്ട് എന്ന സാധ്യത്തിന് പുകയുള്ളതുകൊണ്ട് എന്ന് ഹേതു. പുകയുള്ളിടത്തൊക്കെ തീ ഉണ്ടാകും എന്ന് എവിടെ സിദ്ധമായിരിക്കുന്നുവോ അതാണ് ഉദാഹരണം. അടുക്കള. അടുക്കളയിൽ പുകയുള്ളപ്പോഴൊക്കെ തീ ഉണ്ടായിരിക്കുന്നു, തീയില്ലെങ്കിൽ പുകയും ഉണ്ടാവാറില്ല എന്ന് നമ്മൾ കാണുന്നു, പ്രത്യക്ഷമായിട്ട് അറിഞ്ഞിരിക്കുന്നു. അടുക്കളയിലെ പോലെ പർവ്വതത്തിലും പുകയുണ്ട് എന്നറിയുന്നത് കൊണ്ട് പർവ്വതത്തിൽ തീയുമുണ്ട് എന്ന് അറിയുന്നു. അവിടെ പുക ഹേതു, അടുക്കള ദൃഷ്ടാന്തം, വന്യസാധ്യം. ഇതുപോലെ ശബ്ദം അനിത്യമാണ് എന്ന് സാധ്യം. അതിന് ഉത്പത്തി ധർമ്മകത്വം ഹേതു. ഉത്പത്തിയോടുകൂടിയിരിക്കുക. ഏതിനൊക്കെ ഉത്പത്തിയുണ്ടോ അതിനൊക്കെ നാശവുമുണ്ട്. യദ്യത് കൃതകം തത്തം നശ്വരം. ഏതെല്ലാം ഉണ്ടാക്കപ്പെട്ടതാണോ അവയ്ക്കെല്ലാം നാശമുണ്ട്. ഉത്പത്തിയുള്ളതിന് നാശവും ഉണ്ട്. ശബ്ദം ഉത്പന്നമാകുന്നു എന്ന് നമ്മൾ കാണുന്നു. പ്രത്യക്ഷം കൊണ്ടറിയുന്നു ശബ്ദം ഉത്പന്നമാകുന്നതാണ് എന്ന്. അപ്പൊ ശബ്ദത്തിന്റെ ഉത്പത്തി ധർമ്മകത്വം അത് നാശമുള്ളതാണ് എന്ന് ബോധിപ്പിക്കുന്നു. ഉത്പത്തി ഉള്ളത് കൊണ്ട് നാശവുമുണ്ട്. അങ്ങനെ ശബ്ദം അനിത്യമാണ് എന്ന് അതിൻ്റെ ഉത്പത്തി ധർമ്മകത്വം കൊണ്ട് സിദ്ധിക്കുന്നു. ഈ സാധർമ്യം കൊണ്ട് എന്ന പോലെ വൈധർമ്മ്യം കൊണ്ടും ഹേതു പ്രവർത്തിക്കും എന്ന് അടുത്ത സൂത്രം പറയുന്നു. തഥാ വൈധർമ്മ്യാ, അതുപോലെ വൈധർമ്മ്യം കൊണ്ടും. വാക്യത്തെ പൂരിപ്പിക്കാൻ നോക്കുമ്പോ എന്താണ് കിട്ടാൻ നോക്കാം. തഥാ വൈധർമ്മ്യാത് എന്ന് പറഞ്ഞു. യഥാ സാധർമ്മ്യാത്, ഏതുപോലെയാണോ സാധർമ്മ്യം കൊണ്ട് ഏതു പ്രവർത്തിക്കുന്നത്. യഥാ സാധർമ്മ്യാത് തഥാ വൈധർമ്മ്യാത് സാധ്യസാധനം ഹേതു എന്ന പൂർവ്വസൂത്രത്തിൽ നിന്ന് അനുവർത്തിക്കുന്നു. യഥാ സാധർമ്മ്യാത് തഥാ വൈധർമ്മ്യാത് സാധ്യസാധനം ഹേതു. സാധർമ്മ്യം കൊണ്ടെന്ന പോലെ വൈധർമ്മ്യം കൊണ്ടും സാധ്യത്തെ സാധിക്കുന്നത് ഹേതുവാകുന്നു. സാധർമ്മ്യം കൊണ്ട് മാത്രമല്ല സാധ്യത്തെ സാധിക്കുന്നത്, പിന്നെയോ വൈധർമ്മ്യം കൊണ്ടും സാധിക്കും എന്നർത്ഥം. ഉദാഹരണം, ശബ്ദം അനിത്യമാണ്. ഉത്പത്തി എന്ന ധർമ്മം കാണുന്നത് കൊണ്ട് ഏത് നിത്യമാണോ അതിൽ
ഉത്പത്തി എന്ന ധർമ്മം ഇല്ല. ഉദാഹരണം ആത്മാവ്. ശബ്ദം അതുപോലെ അല്ല. ആത്മാവിനെ പോലെ ഉത്പത്തി ഇല്ലാത്തത് അല്ല. അനുത്പത്തി ധർമ്മകത്വം എന്ന ആത്മാവിൽ ഉള്ള ധർമ്മം ശബ്ദത്തിലില്ല. അതിന് വിപരീതമായിട്ട് ഉത്പന്നമാവുക എന്ന ധർമ്മമാണുള്ളത്. നിത്യമായ ആത്മാവ് അനുത്പത്തി ധർമ്മകമാണ്. ഉത്പത്തിയോട് കൂടാതെ ഇരിക്കുക എന്ന ധർമ്മത്തോടു കൂടിയതാണ്. ശബ്ദം അതുപോലെയല്ല. അതുകൊണ്ട് ശബ്ദം ആത്മാവിനെ പോലെ നിത്യവും അല്ല. ഇതാണ് വൈധർമ്മ്യം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നത്. നമ്മുടെ ദൃഷ്ടാന്തം വൈധർമ്മ്യം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്നു. ഇങ്ങനെ രണ്ട് വിധത്തിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്. സാധർമ്മ്യം കൊണ്ട് സാധിക്കുന്നതുണ്ട്, വൈധർമ്മ്യം കൊണ്ട് സാധിക്കുന്നതുമുണ്ട് എന്നാണ് തഥാ വൈധർമ്മ്യാത് എന്ന സൂത്രത്തിന്റെ താല്പര്യം. നിത്യവസ്തുവിനോടുള്ള വൈധർമ്മ്യം, വിരുദ്ധ ധർമ്മത്തോടുകൂടി ഇരിക്കുക. ആത്മാവ് നിത്യവസ്തു. അതിനോടുള്ള വൈധർമ്മ്യം, അതിൻ്റെ ധർമ്മത്തിന് വിരുദ്ധമായ ധർമ്മത്തോടു കൂടി ഇരിക്കുക എന്നത് ശബ്ദത്തിൽ ഉണ്ട്. അങ്ങനെ വിരുദ്ധ ധർമ്മത്തോടുകൂടി ഇരിക്കുക എന്നതാണ് ശബ്ദത്തിലുള്ള ധർമ്മം. അതുകൊണ്ട് നിത്യതയെ സാധിക്കുന്ന ഹേതു ഉത്പത്തിയില്ലായ്കയാണ്. ഉത്പത്തിയില്ലാത്തതിന് നാശവുമില്ല. നിത്യതയെ സാധിക്കുന്ന ഹേതു ഉത്പത്തി ഇല്ലായ്മ ആണ്. അത് ദൃഷ്ടാന്തമായ ആത്മാവിൽ ഉണ്ട്. അതിനോടുള്ള വൈധർമ്മ്യം, വിപരീതമായ ധർമ്മം, ആത്മാവ് പോലെ ഉത്പത്തി അനുത്പത്തി ധർമ്മി അല്ലാതെ ഇരിക്കുക എന്നത് ഇതാണ് ശബ്ദത്തിലുള്ളത്. അതുകൊണ്ട് ശബ്ദം ആത്മാവ് പോലെ നിത്യമല്ല എന്ന് കിട്ടുന്നു. ഉദാഹരണത്തിന്റെ ലക്ഷണം. സാധ്യസാധർമ്യാത് തദ്ധർമ്മഭാവി ദൃഷ്ടാന്ത ഉദാഹരണം. സാധ്യ സാധർമ്യാത് തദ്ധർമ്മഭാവി ദൃഷ്ടാന്ത ഉദാഹരണം. സാധ്യ സാധർമ്യാത്, സാധ്യത്തോടുള്ള സാധർമ്മ്യം ഹേതുവായിട്ട്, സാധ്യത്തിന്റെ ധർമ്മത്തിന് തുല്യമായ ധർമ്മം ഉള്ളതുകൊണ്ട് ഇവിടെ പറയുന്നത് ഈ സാധ്യ സാധർമ്മ്യം എന്ന് പറയുന്നത് പക്ഷത്തിലും ഉദാഹരണത്തിലും തുല്യമായി അറിയപ്പെടുന്ന ധർമ്മത്തെയാണ്. അങ്ങനെ തുല്യമായി അറിയപ്പെടുന്ന ധർമ്മമാണല്ലോ സാധനം ആയിട്ട് വരിക. പർവ്വതത്തിലും അടുക്കളയിലും തുല്യമായിട്ടുള്ള ധർമ്മം ധൂമവത്വം. ഈ ധൂമവത്വം പർവ്വതത്തിൽ വന്യെ അനുഭവിക്കുന്നതിന് ഹേതുവായിട്ട് വരും. പക്ഷത്തിലും ഉദാഹരണത്തിലും ഒരുപോലെ അറിയപ്പെടുന്ന ധർമ്മം, രണ്ടിനും പൊതുവായി അറിയപ്പെടുന്ന ധർമ്മം, സാധാരണ ധർമ്മം. അത് സാധനം, സാധ്യ സാധനമാണ്. സാധ്യത്തെ സാധിക്കുന്നതാണ്. അത് ഹേതു ആണ്. അതുള്ളതുകൊണ്ട് സാധ്യസാധനമായ ധർമ്മം ആണ് ഈ സാധർമ്മ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തദ്ധർമ്മഭാവി, തദ്ധർമ്മ, തസ്യ ധർമ്മ തദ്ധർമ്മ, അതിൻ്റെ ധർമ്മം അതുള്ളത്. തദ്ധർമ്മ ഭാവി
ഈ ധർമ്മം പക്ഷത്തിൽ അറിയപ്പെടാത്ത സാധ്യരൂപമായ ധർമ്മമാണ്. ധൂമവത്വം എന്ന ധർമ്മം അടുക്കളയിലും പർവ്വതത്തിലും സമമായി അറിയപ്പെടുന്നു. വന്യമത്വം എന്ന ധർമ്മം പർവ്വതത്തിൽ അറിയപ്പെടുന്നില്ല. പർവ്വതത്തിൽ അഗ്നി കാണുന്നില്ല, പുക മാത്രമേ കാണുന്നുള്ളൂ. ഇത് പക്ഷത്തിൽ അറിയപ്പെടാത്ത സാധ്യരൂപമായ ധർമ്മത്തെയാണ് സദ്ധർമ്മഭാവി എന്നതിലെ ധർമ്മം അർത്ഥമാകുന്നു. പക്ഷെ ആ ധർമ്മം ഈ സാധർമ്മ്യം എന്ന് പറഞ്ഞ ധർമ്മം ഉള്ളയിടത്ത് അവശ്യം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് അതിന് സാധ്യ സാധകത്വം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പക്ഷത്തിൽ അറിയപ്പെടാത്ത സാധ്യരൂപമായ ധർമ്മം ഒന്ന്, രണ്ടിലും അറിയപ്പെടുന്ന ധർമ്മം മറ്റൊന്ന്. രണ്ടിലും അറിയപ്പെടുന്നതിനെ ആണ് സാധ്യ സാധർമ്മ്യം എന്ന് പറഞ്ഞത്. അധർമ്മഭാവി എന്ന് പറഞ്ഞതിലെ ധർമ്മം ദൃഷ്ടാന്തത്തിൽ അറിയപ്പെടുന്നതും പക്ഷത്തിൽ അറിയപ്പെടാത്തതുമായ സാധ്യരൂപമായ ധർമ്മമാണ്. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തം ആണ് ഉദാഹരണം. സാധ്യത്തോടുള്ള സാധർമ്മ്യം ഹേതുവായി സാധ്യത്തിന്റെ ധർമ്മത്തോടു കൂടിയിരിക്കുന്ന ദൃഷ്ടാന്തമാണ് ഉദാഹരണം എന്നർത്ഥം. സാധ്യത്തോടുള്ള സാധർമ്മ്യം ഹേതുവായി, സാധ്യത്തോടുള്ള സാധർമ്മ്യം ഇവിടെ ധൂമവത്വം, അന്യനുമാനത്തിൽ ധൂമവത്വം, അത് സാധ്യമായ പക്ഷത്തിലുണ്ട്, അടുക്കളയിലുണ്ട്. ഇത് സമാനധർമ്മം. അത് ഹേതുവായിട്ട് സാധ്യത്തിന്റെ ധർമ്മത്തോടു കൂടിയിരിക്കുന്നത്, ഈ രണ്ടിലും അറിയപ്പെടുന്ന ഈ ഹേതു ഉള്ളതുകൊണ്ട് പക്ഷത്തിൽ അറിയപ്പെടാത്ത ധർമ്മവും ഇതിലുണ്ട്. കാരണം ആ രണ്ട് ധർമ്മങ്ങളും എപ്പോഴും ഒരുമിച്ചായിരിക്കുള്ളൂ. അങ്ങനെ സാധ്യമായ ധർമ്മം അവശ്യമുണ്ടായിരിക്കേണ്ടതാണ്. പക്ഷത്തിൽ ഈ ധർമ്മം അവശ്യം ഉണ്ട്. ഇതാണ് വ്യാപ്തിജ്ഞാനം ബോധിപ്പിക്കുന്നത്. അപ്പൊ വന്യമത്വം എന്ന ധർമ്മം രണ്ടിലും തുല്യമായി ഇരുന്നിട്ട് സാധ്യമായ പക്ഷത്തിലും പർവ്വതത്തിലും അടുക്കളയിലും തുല്യമായി ഇരുന്നിട്ട് ധൂമവത്വം എന്ന ധർമ്മം ഉള്ളതുകൊണ്ട് അത് അടുക്കളയിലും പർവ്വതത്തിലും തുല്യമായി ഉള്ളതുകൊണ്ട് അടുക്കളയിലെ പോലെ പർവ്വതത്തിലും വന്യമത്വം എന്ന ധർമ്മവും ഉണ്ട് എന്ന് ബോധിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഉത്പത്തിയുള്ളത് നശിക്കും എന്ന ന്യായം കൊണ്ട് ഉത്പത്തി ധർമ്മകത്വം ഏതിനുണ്ടോ അത് അനിത്യമാകുന്നു എന്ന് കിട്ടും. ഇപ്പൊ ശബ്ദത്തിൽ ഉത്പത്തി ധർമ്മകത്വം ഉണ്ട്. അതുകൊണ്ട് ഉത്പത്തി ധർമ്മകമായ ശബ്ദം നശ്വരമാണ് എന്ന് കിട്ടുന്നു, അനിത്യമാണ് എന്ന് കിട്ടുന്നു. ഇങ്ങനെ ശബ്ദത്തിൽ അനിത്യത്വത്തെ സാധിക്കുന്ന ദൃഷ്ടാന്തം, ഉദാഹരണത്തിന് കുടം. കുടത്തിൽ ഉണ്ടാക്കപ്പെട്ടതായിരിക്കുക, ഉത്പത്തിയോടുകൂടിയിരിക്കുക എന്ന ധർമ്മമുണ്ട്. അതിൽ നാശവും ഉണ്ടാവും. ഈ കുടം പോലെ തന്നെ ഉത്പത്തി ധർമ്മകമാണ് ശബ്ദം.
കുടം പോലെ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ശബ്ദം. കുടം പോലെ ഉണ്ടാക്കപ്പെടുന്നതുകൊണ്ട് ശബ്ദം കുടം പോലെ നശിക്കുകയും ചെയ്യും എന്ന് ശ്രദ്ധിക്കുന്നു. കടം അവിടെ ദൃഷ്ടാന്തം ആകുന്നു. അങ്ങനെയുള്ള ദൃഷ്ടാന്തമാണ് ഉദാഹരണം എന്ന അവയവം. ഉത്പത്തി ധർമ്മകത്വം അനിത്യത്വം എന്നിവ എപ്പോഴും ഒരേ ധർമ്മയിൽ ഉണ്ടായിരിക്കും. ഒന്നുണ്ടായിട്ട് മറ്റേത് ഉണ്ടാവാതിരിക്കാൻ പറ്റില്ല. രണ്ടും എപ്പോഴും ഉണ്ടായിരിക്കും. ഇവയ്ക്ക് തമ്മിൽ സാധ്യസാധക ഭാവമുണ്ട്. ഒന്ന് മറ്റേതിനെ സാധിക്കും. കുടവും മറ്റുമൊക്കെ ഇങ്ങനെ ദൃഷ്ടാന്തമായിരിക്കും. ശബ്ദം കുടവും മറ്റും പോലെ ഉത്പത്തി ധർമ്മകമായതുകൊണ്ട് അവ പോലെ അനിത്യവും ആണ് എന്ന ഉത്പത്തി ധർമ്മകത്വം കൊണ്ട് അനിത്യത്വത്തെ അനുമിക്കുന്നു. അതിനുപകരിക്കുന്ന ഈ ഘടാദി ദൃഷ്ടാന്തം ഉദാഹരണം. ഈ സാധ്യ വൈധർമ്മ്യം കൊണ്ട് അതദ്ധർമ്മഭാവിയായി ഇരിക്കുന്ന ദൃഷ്ടാന്തവും ഉദാഹരണമാണ്. ധർമ്മഭാവിയെയാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ വിപരീതമായിട്ട് അതദ്ധർമ്മഭാവിയായിട്ടും ഉദാഹരണമുണ്ട്. അതെങ്ങനെ? ഇവിടെ സാധ്യ സാധർമ്മ്യം കൊണ്ട് അധർമ്മഭാവിയായ ഉദാഹരണം കിട്ടിയെങ്കിൽ സാധ്യ വൈധർമ്മ്യം കൊണ്ട് അതദ്ധർമ്മഭാവിയായതും ഉദാഹരണം തന്നെയാണ് എന്നർത്ഥം. അതദ്ധർമ്മഭാവി തദ്ധർമ്മഭാവി അല്ലാത്തത്, അതിൻ്റെ ധർമ്മം ഇല്ലാത്തത്, അങ്ങനെയും ദൃഷ്ടാന്തം ഉണ്ട് എന്ന് അടുത്ത സൂത്രം കൊണ്ട് പറയുന്നു. തദ് വിപര്യാദ്വാ വിപരീതം. തദ് വിപര്യാദ്വാ അതിന് വിപരീതമായി. വിപരീതം എന്നത് അതിനെതിരായിട്ടുള്ള സാധ്യ വൈധർമ്മ്യം കൊണ്ട് എന്നർത്ഥം. ഇങ്ങനെ സാധ്യ വൈധർമ്മ്യം കൊണ്ട് അതദ്ധർമ്മഭാവി ആയ സാധ്യത്തിന്റെ ധർമ്മം ഇല്ലാത്ത ദൃഷ്ടാന്തവും ഉദാഹരണമാകും. അപ്പൊ ശബ്ദം അനിത്യമാണ്, ഉത്പത്തി ധർമ്മകമായതുകൊണ്ട്. നിത്യമായ ആത്മാവ് അനുത്പത്തി ധർമ്മിയാണ്. ശബ്ദം അങ്ങനെയല്ല, അതുകൊണ്ട് നിത്യവുമല്ല. ഇങ്ങനെ പറഞ്ഞു എന്ന് വിചാരിക്കാം. ശബ്ദം അനിത്യമാണ്, ഉത്പത്തി ധർമ്മകം ആയതുകൊണ്ട്. നിന്നെ ദൃഷ്ടാന്തം കാണിക്കാൻ പോകുന്നത് സധർമ്മിയെയല്ല, വിധർമ്മിയെയാണ്. സാധ്യധർമ്മത്തിന് വിപരീതമായ ധർമ്മത്തോടു കൂടിയതാണ് സാധ്യധർമ്മം. അനിത്യത്വമാണ്. അനിത്യത്വത്തിന് വിപരീതമായ നിത്യത്വം എന്ന ധർമ്മത്തോടു കൂടിയ ദൃഷ്ടാന്തത്തെ കാണിച്ചു ആത്മാവ്. നിത്യമായ ആത്മാവ് അത് ധർമ്മഭാവിയായിരിക്കുമല്ലോ. ശബ്ദത്തിലുള്ള അനിത്യത്വം എന്ന ധർമ്മം അവിടെ നിശ്ചയമായിട്ട് ഉണ്ടായിരിക്കില്ല. കാരണം അത് അനുത്പത്തി ധർമ്മിയാണ്. ഉത്പത്തി എന്ന ധർമ്മം ഇല്ലാത്തത് കൊണ്ട് നാശം എന്ന ധർമ്മവും ഇല്ലാതുകൊണ്ട് അത് നിത്യമായിരിക്കും. അപ്പൊ ആത്മാവ് അനുത്പത്തി ധർമ്മിയാണ്. ശബ്ദം അങ്ങനെയല്ല. അവിടെ ദൃഷ്ടാന്തത്തിന്റെ വിപരീതമായ ധർമ്മമാണ് സാധ്യത്തിന്. സാധ്യധർമ്മങ്ങൾ പരസ്പര വിരുദ്ധങ്ങളായ ധർമ്മത്തോടു കൂടിയതാണ്. നിത്യമായ ആത്മാവ് അനുത്പത്തി ധർമ്മിയാണ്. ശബ്ദം അങ്ങനെയല്ല. ആത്മാവിലുള്ള അനുത്പത്തി ധർമ്മകത്വം ശബ്ദത്തിലില്ല. അതുകൊണ്ട് ആത്മാവിലുള്ള നിത്യത്വം എന്ന ധർമ്മവും ശബ്ദത്തിൽ ഉണ്ടായിരിക്കില്ല. ആത്മാവ് പോലെ അനുത്പത്തി ധർമ്മിയല്ല ശബ്ദം. അതുകൊണ്ട് ആത്മാവ് പോലെ നിത്യവും അല്ല എന്ന് സാധ്യത്തെ സാധിക്കുന്നു. സാധർമ്മ്യമുള്ള ദൃഷ്ടാന്തത്തെ അന്വയ ദൃഷ്ടാന്തം എന്ന് പറയും. സാധർമ്മ്യമുള്ള ദൃഷ്ടാന്തം, അന്വയ ദൃഷ്ടാന്തം.
അപ്പൊ ഘടം ശബ്ദത്തിന് അന്വയ ദൃഷ്ടാന്തമാണ്. പക്ഷത്തിൽ സാധിക്കേണ്ട സാധ്യവും. ഇവിടെ ശബ്ദം പക്ഷം അനിത്യത്വം സാധ്യം അതിൻ്റെ ഹേതുവും ദൃഷ്ടാന്തധർമ്മങ്ങളായി അവിടെ ഉണ്ട്. വിധർമ്മിയായ ദൃഷ്ടാന്തമാണെങ്കിൽ ദൃഷ്ടാന്തധർമ്മമായും പക്ഷത്തിൽ സാധ്യമായും ഇരിക്കുന്നത് ധർമ്മത്തിന്റെ അഭാവമാണ് പക്ഷത്തിൽ അനുഭവിക്കുന്നത്. അവിടെ അഭാവങ്ങൾക്ക് തമ്മിലാണ് വ്യാപ്തി, ഭാവങ്ങൾക്ക് തമ്മിലല്ല. ആത്മാവിന്റെ ധർമ്മമായ അനുത്പത്തി ധർമ്മകത്വം ശബ്ദത്തിൽ ഇല്ലാത്തതുകൊണ്ട് ശബ്ദം നിത്യവുമല്ല എന്ന് അഭാവങ്ങൾക്ക് തമ്മിലാണ് വ്യാപ്തി. ഇങ്ങനെ അഭാവങ്ങൾക്ക് തമ്മിൽ വ്യാപ്തിയുള്ള വൈരുദ്ധ്യം കൊണ്ട് സാധ്യത്തെ സാധിക്കുന്ന ദൃഷ്ടാന്തത്തെ വ്യതിരേക ദൃഷ്ടാന്തം എന്ന് പറയുന്നു. ദൃഷ്ടാന്തം രണ്ട് വിധമുണ്ട്. അന്വയ ദൃഷ്ടാന്തം, വ്യതിരേക ദൃഷ്ടാന്തം. ഇനി ഉപനയം എടുത്ത അവയവം ഉപനയം. ഉദാഹരണാപേക്ഷ തഥേത്യുപസംഹാര ന തഥേതി വാ സാധ്യസ്യ ഉപനയ. ഉദാഹരണ അപേക്ഷ, ഉദാഹരണത്തെ അപേക്ഷിച്ച് ഇരിക്കുന്നത്, ഉദാഹരണ സാമർഥ്യം കൊണ്ട് കിട്ടുന്നത്. തഥാ ഇതി ന തഥാ ഇതി വാ, അങ്ങനെയാണ് എന്നോ അങ്ങനെ അല്ല എന്നോ. സാധ്യസ്യ ഉപസംഹാര, സാധ്യത്തെ ഉപസംഹരിക്കുന്നത്. ഉപനയം ഉദാഹരണ സാമർഥ്യം കൊണ്ട് സാധ്യം ഇന്ന വിധത്തിൽ ആണ് എന്നോ മറിച്ച് ഇന്ന വിധത്തിൽ അല്ല എന്നോ ആ സാധ്യത്തെ ഉപസംഹരിക്കുന്നതാണ് ഉപനയം. ഉദാഹരണം, കുടത്തെ അപേക്ഷിച്ച് കുടത്തിലുള്ള ഉത്പത്തി ധർമ്മകത്വം ശബ്ദത്തിലുള്ളത് കൊണ്ട് അനിത്യത്വവുമുണ്ട്. കുടം പോലെ ഉത്പത്തിയോടുകൂടി ഇരിക്കയാൽ കുടം പോലെ അനിത്യവുമാണ്. ഇവിടെ സാദൃശ്യം കൊണ്ട് സാധിച്ചു. ദൃഷ്ടാന്തം പോലെയാണ് സാധ്യവും. തഥാ ഇതി, അങ്ങനെ തന്നെയാണ്, അപ്രകാരമാണ് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം പോലെയാണ് സാധ്യവും എന്ന് വരുന്നു. മറിച്ച് ആത്മാവാണ് ദൃഷ്ടാന്തമെങ്കിലോ അവിടെ വിപരീത ധർമ്മമാണ്. ആത്മാവിലുള്ള അനുത്പത്തി ധർമ്മകത്വം ശബ്ദത്തിലില്ല. അതുകൊണ്ട് ആത്മാവിലുള്ള നിത്യത്വം എന്ന ധർമ്മവും ആത്മാവിലില്ല. നിത്യത്വം എന്ന ധർമ്മവും ശബ്ദത്തിൽ ഇല്ല എന്ന് ദൃഷ്ടാന്തം പോലെ അല്ല സാധ്യം എന്ന് ഉപസംഹരിക്കുന്നു. ഇതിന് രണ്ട് തരത്തിൽ ഉപസംഹരിക്കാം. പിന്നെ ദൃഷ്ടാന്തം കാണിച്ചാൽ അങ്ങനെയാണ്, ദൃഷ്ടാന്തം പോലെയാണ് സാധ്യമെന്നും, മറിച്ച് വ്യതിരേക ദൃഷ്ടാന്തമാണ് കാണിക്കുന്നതെങ്കിൽ ദൃഷ്ടാന്തം പോലെ അല്ല സാധ്യം എന്നും ഉപസംഹരിക്കുന്നു. അതാണ് അങ്ങനെ ആണ് എന്നോ അങ്ങനെ അല്ല എന്നോ സാധ്യത്തെ ഉപസംഹരിക്കുന്നു എന്നും പറഞ്ഞതിൻ്റെ താല്പര്യം. ഇങ്ങനെ ഉപനയ എന്ന അവയവം. അഞ്ചാമത്തേത് നിഗമനം. ഹേത്വപദേശാത് പ്രതിജ്ഞായ പുനർവചനം നിഗമനം. ഹേത്വപദേശാത്, ഹേതുവിനെ അപദേശിക്കുക. അപദേശിക്കുക എന്ന് വെച്ചാൽ പറയുക എന്നത് ഹേത്വപദേശം. ഹേതുവിനെ
പറയുക എന്നതാണ് ഹേത്വപദേശം. അതിൽ നിന്ന് പ്രതിജ്ഞായ പുനർവചനം, പ്രതിജ്ഞയുടെ പുനർവചനം, വീണ്ടും പറയാം, അതാണ് നിഗമനം. നിഗമനം എന്നാൽ സമർത്ഥനം. ഇങ്ങനെയുള്ള സമർത്ഥനമാണ് നിഗമനമെന്ന അവയവം. ശബ്ദം അനിത്യമാണ് എന്ന് പ്രതിജ്ഞ ഉത്പത്തിധർമ്മകമായതുകൊണ്ട് എന്ന ഹേതു ഉത്പത്തിധർമ്മകത്വം ഉണ്ടെങ്കിൽ അനിത്യത്വവും ഉണ്ടാകും എന്ന് കാണിക്കുന്ന കുടം മുതലായത് അന്വയ ദൃഷ്ടാന്തവും, അനിത്യത്വത്തിന്റെ അഭാവമായ നിത്യത്വം ഉണ്ടാകണമെങ്കിൽ ഉത്പത്തിധർമ്മകത്വവും ഇല്ലാതിരിക്കണമെന്ന് കാണിക്കുന്ന ആത്മാവ് വ്യതിരേക ദൃഷ്ടാന്തം. കുടം സാധർമ്മ്യം കൊണ്ടും ആത്മാവ് വൈധർമ്മ്യം കൊണ്ടും ശബ്ദത്തിൽ അനിത്യത്വത്തെ സാധിക്കുന്നു. അവ രണ്ടുകൊണ്ടും ഉത്പത്തിധർമ്മകത്വം ഹേതുവായി ശബ്ദം അനിത്യമാണ് എന്ന് ഉപസംഹരിക്കുന്നു. നിഗമനം നിഗമ്യതേ, നിഗമ്യന്തേ സമർത്ഥ്യന്തേ സമ്പദ്ധ്യന്തേ അനേന പ്രതിജ്ഞ ഹേതു ഉദാഹരണ ഉപനയ ഏകത്ര ഇതി നിഗമനം. നിഗമനം എന്ന പദത്തിന്റെ താല്പര്യം പറഞ്ഞു. നിഗമ്യന്തേ സമർത്ഥ്യന്തേ, നിഗമ്യന്തേ എന്നതിന് സമർത്ഥ്യത, സമർത്ഥിക്കുന്നു, സമർത്ഥിക്കപ്പെടുന്നു. എന്താണ് സമർത്ഥിക്കപ്പെടുന്നത്? സമ്പദ്ധ്യന്തേ, സമർത്ഥിക്കപ്പെടുന്നു എന്നതിനെ പിന്നെയും വിശദീകരിച്ചു. സമ്പദ്ധ്യന്തേ, സംബന്ധിപ്പിക്കപ്പെടുന്നു. അനേന, ഇതിനാൽ, അനേന എന്നതുകൊണ്ട് നിഗമനത്തെ പറഞ്ഞു. അനേന പ്രതിജ്ഞാ ഹേതു ഉദാഹരണ ഉപനയ, പ്രതിജ്ഞാ ഹേതു ഉദാഹരണ ഉപനയം ഇവയെല്ലാം ഏകത്ര ഒരിടത്ത് സംബന്ധിപ്പിക്കുന്നു. ഇതുകൊണ്ട് പ്രതിജ്ഞയെയും ഹേതുവിനെയും ഉദാഹരണത്തെയും ഉപനയത്തെയും ഒരിടത്ത് സംബന്ധിപ്പിക്കുന്നു. ഇതാണ് നിഗമനം എന്നതിൻ്റെ അർത്ഥം. ഇതിനാൽ പ്രതിജ്ഞ, ഹേതു, ഉദാഹരണം, ഉപനയം എന്നിവ ഒന്നിൽ നിഗമിക്കപ്പെടുന്നു, സമർത്ഥിക്കപ്പെടുന്നു, സംബന്ധിപ്പിക്കപ്പെടുന്നു. നിഗമനം എന്ന വാക്കിന്റെ അർത്ഥം. ഏതാണ് ഒന്ന്? ഏകത്തറ, ഒന്നിൽ എന്ന് പറഞ്ഞു. ആ ഒന്ന് സാധ്യമാണ്. സാധ്യത്തിലാണെങ്കിൽ എല്ലാത്തിനെയും സംബന്ധിപ്പിക്കുന്നത്. ഉത്പത്തിധർമ്മകമായതുകൊണ്ട് ശബ്ദം അനിത്യമാണ് എന്നാണ് ഇവിടെ നിഗമനം. എല്ലാ അവയവങ്ങളും ചേർന്നാണ് ഇത് സാധിക്കുന്നത്. പ്രതിജ്ഞാദി എല്ലാ അവയവങ്ങളും, 5 അവയവങ്ങളും ചേർന്നാണ് ഇത് സാധിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചാവയവ വാക്യം വേണ്ടി വന്നത്. ന്യായശാസ്ത്രത്തിന്റെ അഭിപ്രായത്തിൽ ഈ 5 അവയവങ്ങളും ഉണ്ടായാൽ മാത്രമേ ഈ അനുമാനം, പരാർത്ഥാനുമാനം പൂർണ്ണമാവുകയുള്ളൂ. മറ്റ് ശാസ്ത്രങ്ങൾ ഇത് അംഗീകരിക്കുന്നില്ല. ഇത് 5 പറയേണ്ട ആവശ്യമില്ല. പ്രതിജ്ഞ ഏത് ഉദാഹരണം പറഞ്ഞാൽ തന്നെ അനുമതി ഉണ്ടാകും. ബാക്കി 2 ആവശ്യമില്ല. ഒന്നുകിൽ ആദ്യത്തെ 3 അല്ലെങ്കിൽ പിന്നത്തെ 3. ഇത് വേദാന്തത്തിന്റെ പക്ഷം. 5 ആവശ്യമില്ല. അതിൽ 2 ഒഴിവാക്കാന്ന. പക്ഷേ ന്യായശാസ്ത്രത്തിന്റെ പക്ഷം ഈ 5 അവയവങ്ങളും ഉണ്ടായിരിക്കണം എന്നാണ്. ഇവിടെ ഓരോന്നിനും അതതിൻ്റെ ധർമ്മമുണ്ട്. ഈ 5 അവയവങ്ങളിൽ സാധ്യത്തോടു കൂടിയ പക്ഷത്തെ പ്രതിജ്ഞ കാണിക്കുന്നു. ഇതിനാണ് ഈ പ്രതിജ്ഞ എന്ന ആ വാക്യം പറയുന്നത്. സാധ്യത്തോടു കൂടിയ പക്ഷത്തെ പ്രതിജ്ഞ കാണിക്കുന്നു. പർവ്വതോ വന്യമാൻ ശബ്ദോ അനിത്യ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സാധ്യം, സാധിക്കപ്പെടേണ്ടത്
പ്രത്യക്ഷമല്ലാത്തത്, അനുമാനം കൊണ്ട് സാധിക്കേണ്ടത്. അത് പർവ്വതത്തിൽ വന്യാണ്. പർവ്വതോ വന്യമാൻ എന്നാണ് കാണിക്കേണ്ടത്. അതുപോലെ ശബ്ദത്തിൽ അനിത്യത്വം, ശബ്ദോ അനിത്യ എന്ന് കാണിക്കണം. അവിടെ പ്രതിജ്ഞയുടെ സ്വരൂപം എന്താണ്? പർവ്വതോ വന്യമാൻ, ശബ്ദോ അനിത്യ എന്നൊക്കെയാണ് പ്രതിജ്ഞ. ഈ പ്രതിജ്ഞ എന്താണ് ചെയ്യുന്നത്? സാധ്യത്തോടു കൂടിയ പക്ഷത്തെ പറയുന്നു. വന്നി എന്ന സാധ്യത്തോടു കൂടിയ പർവ്വതം എന്ന പക്ഷത്തെയാണല്ലോ പർവ്വതോ വന്യമാൻ എന്ന വാക്യം പറയുന്നത്. അതുപോലെ അനിത്യത്വം എന്ന സാധ്യത്തോടു കൂടിയ ശബ്ദം എന്ന പക്ഷത്തെയാണ് ശബ്ദാനിത്യ എന്ന പ്രതിജ്ഞ കാണിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രയോജനം എന്താണ്? ഈ പ്രതിജ്ഞ എന്ന അവയവത്തിന്റെ പ്രയോജനം എന്താണ്? ഇത് എവിടെ എന്ത് അനുമിക്കുന്നു എന്ന് പ്രതിജ്ഞ കൊണ്ട് അറിയുന്നു. എവിടെ എന്തനുമിക്കുന്നു എന്ന് പ്രതിജ്ഞ കൊണ്ട് അറിയുന്നു. എവിടെയാണോ അനുമിക്കുന്നത് അത് പക്ഷം, എന്താണോ അനുമിക്കുന്നത് അത് സാധ്യം. ഇപ്പൊ പർവ്വതോ വന്യമാൻ എന്നതിൽ പർവ്വതം പക്ഷവും സാധ്യം വന്യയുമാണ്. അപ്പൊ പർവ്വതത്തിൽ വന്യയെ അനുമിക്കുന്നു. പർവ്വതത്തിൽ വന്യുണ്ട്, തീയുണ്ട്. ഇങ്ങനെ എവിടെ എന്ത് അനുമിക്കുന്നു എന്ന് അറിയിക്കുന്ന വാക്യമാണ് പ്രതിജ്ഞ. സാധ്യവ്യാപ്യമായ ഒന്ന് പക്ഷത്തിലുണ്ട് എന്ന് ഹേതു കാണിക്കുന്നു. ഹേതു കേൾക്കുമ്പോൾ എന്താണ് അറിയുന്നത്? സാധ്യവ്യാപ്യമായ ഒന്ന് പക്ഷത്തിൽ ഉണ്ട്. പർവ്വത വിഷയത്തിൽ സാധ്യമായത് വന്നി. വന്യവ്യാപ്യമായ ധൂമം പക്ഷത്തിലുണ്ട്. ധൂമാത് എന്ന് കേൾക്കുമ്പോൾ വന്യവ്യാപ്യമായ ധൂമം പർവ്വതത്തിലുണ്ട് എന്നറിയുന്നു. വന്നി സാധ്യമാണ്, അതുകൊണ്ട് സാധ്യവ്യാപ്യമായ ഒന്ന് പക്ഷത്തിൽ പർവ്വതത്തിൽ ഉണ്ട് എന്ന് ഹേതു കാണിക്കുന്നു. സാധ്യമായും ഹേതുവായും പറഞ്ഞവയ്ക്ക് തമ്മിൽ വ്യാപ്തിയുണ്ട് എന്ന് ദൃഷ്ടാന്തം ബോധിപ്പിക്കുന്നു. ഇത്രയുമായാൽ സാധ്യമായ ധർമ്മം പക്ഷത്തിൽ ഉണ്ട് എന്ന് അന്വയ ദൃഷ്ടാന്തം കൊണ്ടും വിപരീതമായ ധർമ്മം ഇല്ല എന്ന് വ്യതിരേക ദൃഷ്ടാന്തം കൊണ്ടും ഉപസംഹരിക്കുക എന്നതാണ് ഉപനയനത്തിന്റെ പ്രയോജനം. അപ്പൊ എല്ലാം കൂട്ടിയിണക്കി സാധ്യം പക്ഷത്തിൽ ഉണ്ട് എന്ന ബാധശങ്ക ഇല്ലാതെ കാണിക്കുകയാണ് നിഗമനം ചെയ്യുന്നത്. ഈ നിഗമനം എന്ന ഒരു അവയവം എന്തിനാണ് വച്ചിരിക്കുന്നത്? അബാധിതത്വം. ഈ പറഞ്ഞ അർത്ഥം ഒരു പ്രമാണത്താലും ബാധിക്കപ്പെടാവുന്നതല്ല. ഈ പഞ്ചാവയവ വാക്യം കൊണ്ട് സാധിച്ച പക്ഷം അബാധ്യമാണ് എന്ന് കാണിക്കാനാണ് നിഗമനം എന്ന അഞ്ചാമത്തെ അവയവം ചെയ്യുന്നത്. ഇങ്ങനെ 5 അവയവങ്ങൾ ലളിത പദാർത്ഥം തർക്കമാണ്. തർക്കത്തിന്റെ ലക്ഷണം പറയുന്ന സൂത്രം അവിജ്ഞാത തത്വേ അർത്ഥേ കാരണോപപത്തിതഃ തത്വജ്ഞാനാർത്ഥം ഊഹ തർക്ക. അവിജ്ഞാത തത്വേ അർത്ഥേ, അവിജ്ഞാത തത്വം, അവിജ്ഞാതമായ തത്വത്തോട് കൂടിയത്.
ഏതിന്റെ തത്വം അവിജ്ഞാതമാണോ, പൂർണ്ണമായി അറിയപ്പെടാത്തതാണോ, അത് അവിജ്ഞാത തത്വം, അങ്ങനെയുള്ള അർത്ഥം വിഷയം. തത്വമായിട്ട് അറിയപ്പെടാത്ത വിഷയത്തിൽ അവിടെ കാരണോപപത്തിത, കാരണത്തിന്റെ ഉപപത്തി കൊണ്ട്, കാരണം എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ കാരണങ്ങളായ പ്രമാണങ്ങളെയാണ്. അപ്പൊ കാരണോപപത്തി എന്നതിന് പ്രമാണങ്ങളുടെ ഉപപത്തി, പ്രമാണ സംഗതി എന്നർത്ഥം. കാരണോപപത്തിത, കാരണോപപത്തി കൊണ്ട്, പ്രമാണ സംഗതി കൊണ്ട്, തത്വജ്ഞാനാർത്ഥം ഊഹ തർക്ക, പ്രമാണസംഗതി കൊണ്ട് തത്വജ്ഞാനം സമ്പാദിക്കണം. തത്വജ്ഞാനാർത്ഥം, തത്വജ്ഞാനത്തിനു വേണ്ടി, പ്രമാണസംഗതി കൊണ്ട് തത്വജ്ഞാനം ഉണ്ടാകുന്നതിനു വേണ്ടി ഉള്ള ഊഹ, വിചാരം. ഊഹ എന്നതിനിവിടെ വിചാരം എന്നർത്ഥം. അങ്ങനെയുള്ള ഊഹമാണ് തർക്കം. ഊഹം വിചാരം എന്നൊക്കെ പറഞ്ഞത് പ്രമാണ പരീക്ഷയാണ്. തത്വമായിട്ട് അറിയപ്പെടാത്ത വിഷയത്തിൽ തത്വജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി അതിനെ പ്രമാണ പരീക്ഷയ്ക്ക് വിധേയമാക്കുന്നു. അങ്ങനെ പ്രമാണ പരീക്ഷ കൊണ്ട് ഇതിന്റെ തത്വജ്ഞാനം സമ്പാദിക്കുന്നു. അറിയപ്പെടാത്ത തത്വത്തോടുകൂടിയ വിഷയത്തിൽ തത്വജ്ഞാനം ഉണ്ടാക്കുന്ന പ്രമാണ സംഗതി ചിന്തിക്കുന്നതിന്റെ പേരാണ് തർക്കം എന്ന് വരുന്നത്. അതിന്റെ താല്പര്യം പറഞ്ഞു, തർക്കം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രമാണ പരീക്ഷ തന്നെയാണ് തർക്കം. സാമാന്യമായി അറിയപ്പെട്ട വിഷയത്തിന്റെ പൂർണ്ണമായ സ്വരൂപജ്ഞാനം ഉണ്ടാകാൻ വേണ്ടി അതിലെ സംശയാസ്പദങ്ങളായ വിരുദ്ധധർമ്മങ്ങളെ ഹേതുക്കൾ കൊണ്ട് വിചാരം ചെയ്ത് ഏത് ധർമ്മത്തിനാണ് പ്രമാണമുള്ളത്, ഏതിനാണ് പ്രമാണം ഇല്ലാത്തത് എന്ന് പരീക്ഷിക്കുന്നു. ഇതാണ് പ്രമാണ പരീക്ഷ. തത്വമായിട്ട് അറിഞ്ഞുകൂടാത്ത എന്ന് പറഞ്ഞാൽ അത് സംശയത്തിന് വിഷയമാണെന്നർത്ഥം. പൂർണ്ണമായും അറിയപ്പെട്ടിട്ടില്ല. ചില അംശങ്ങൾ അറിയാം, ചില അംശങ്ങൾ സംശയാസ്പദമാണ്. അത് ആ ധർമ്മമാണ് ഉള്ളത്, ഈ ധർമ്മമാണ് ഉള്ളത് എന്ന തീരുമാനം വരാതെ കിടക്കുന്നു. അങ്ങനെ തീരുമാനം വരാത്ത ഘടകങ്ങളോട് കൂടിയതിനെയാണ് അവിജ്ഞാത തത്വമായ അർത്ഥം എന്ന് പറഞ്ഞത്. തത്വമായി അറിയപ്പെടാത്ത വിഷയം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ പ്രമാണ പരീക്ഷ ചെയ്യുന്നു. അവിടെ പ്രമാണ പരീക്ഷ ചെയ്ത് ഏത് ധർമ്മത്തിനാണ് പ്രമാണമുള്ളത്, ഏതിനാണ് പ്രമാണമില്ലാത്തത്. പ്രമാണമുള്ളത് സ്വീകരിക്കുന്നു, പ്രമാണമുള്ളത് ആ വിഷയത്തിലുണ്ട് എന്ന് വരുന്നു. പ്രമാണമില്ലാത്തത് ആ വിഷയത്തിൽ ഇല്ല എന്നും വരുന്നു. അതിനെ തള്ളിക്കളയുന്നു. ഇങ്ങനെ ഈ വിഷയം ഇപ്രകാരമാണ്, വേറെ പ്രകാരത്തിലല്ല എന്ന തീരുമാനത്തിൽ എത്തുന്നു. തർക്കത്തിൽ കൂടി ഈ വിഷയം ഇപ്രകാരമാണ്, വേറെ പ്രകാരത്തിൽ അല്ല എന്ന തീരുമാനം ഉണ്ടാകുന്നു. ആ തീരുമാനമാണ് ജ്ഞാനം. യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത് ഈ പ്രമാണ പരീക്ഷ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തീരുമാനമാണ്. ആ തീരുമാനത്തെ അതാണ് നിർണയം എന്ന അടുത്ത പദാർത്ഥം. നിർണയം തർക്കത്തിലൂടെ കിട്ടുന്ന സുനിശ്ചിതമായ അറിവാണ് നിർണയം. വിമർശ്യ പക്ഷപ്രതിപക്ഷാഭ്യാം അർത്ഥാവധാരണം നിർണയ എന്ന നിർണയത്തിന്റെ നിർവചനം. വിമർശ്യ, വിമർശിച്ചിട്ട്, സംശയിച്ചിട്ട്. തർക്കത്തിന്റെ ഇത് പറയുമ്പോ അവിടെ അവിജ്ഞാത തത്വമായ അർത്ഥമാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ ചില അംശങ്ങളിൽ സംശയം ഉണ്ടെന്ന അർത്ഥം. എല്ലാത്തിലും തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ടാണ്
വിമൃശ്യ എന്ന് പറഞ്ഞ സംശയിച്ചിട്ട് അഭ്യാം പക്ഷപ്രതിപക്ഷങ്ങൾ കൊണ്ട് പക്ഷം ഏതാണോ സാധിക്കേണ്ടത് അത് പക്ഷം, അതിന് വിപരീതമായത് പ്രതിപക്ഷം, അതിനെ ഖണ്ഡിക്കേണ്ടതാണ്. സാധിക്കേണ്ട പക്ഷം ഖണ്ഡിക്കേണ്ടത് പ്രതിപക്ഷം. സ്ഥാപന എന്നു പേര്. സ്ഥാപിക്കുന്നതിന് സമർത്ഥിക്കുന്നതിന് സ്ഥാപന എന്നു പേര്. ഖണ്ഡിക്കുന്നതിനെ ഉപാലംബം എന്ന് പറയുന്നു. ഇങ്ങനെ സ്ഥാപന ഉപാലംബം, പക്ഷത്തെ സ്ഥാപിക്കുന്നു, പ്രതിപക്ഷത്തെ ഉപാലംബിക്കുന്നു. ഇത് പക്ഷപ്രതിപക്ഷങ്ങൾ കൊണ്ട് എന്ന പ്രയോഗത്തിന്റെ അർത്ഥമായിട്ട് വരുന്നു. പക്ഷപ്രതിപക്ഷങ്ങൾ കൊണ്ട് അസാവധാരണം എന്നാണല്ലോ പറഞ്ഞത്. പക്ഷപ്രതിപക്ഷാഭ്യാം അർത്ഥാവധാരണം നിർണയ എന്ന് പറഞ്ഞു. പക്ഷപ്രതിപക്ഷാഭ്യാം എന്ന് പറഞ്ഞ താല്പര്യം ഇതാണ്. പക്ഷത്തെ സ്ഥാപിക്കണം, പ്രതിപക്ഷത്തെ ഉപാലംബിക്കണം, ഖണ്ഡിക്കണം എന്നാണ്. അങ്ങനെ പക്ഷത്തിന്റെ സ്ഥാപനവും പ്രതിപക്ഷത്തിന്റെ ഉപാലംബവും കൊണ്ട് അർത്ഥസ്യ അവധാരണം, വിഷയത്തിന്റെ സുനിശ്ചിതമായ അറിവ് ഉണ്ടാക്കൽ. അർത്ഥസ്യ അവധാരണം, അവധാരണം ശരിയായ ജ്ഞാനം, പ്രമ സമ്പാദിക്കലാണ്. ഇതാണ് നിർണയം എന്ന് പറയുന്നത്. ഇത് ഇന്ന ധർമ്മത്തോടു കൂടിയതാണ്, വിപരീതമായ ഇന്ന ധർമ്മത്തോടു കൂടിയതല്ല എന്ന് തീരുമാനം ചെയ്യുന്ന പദാർത്ഥമാണ് നിർണയം. ഇത് ഇന്ന ധർമ്മത്തോടു കൂടിയതാണ്, വിപരീതമായ ഇന്ന ധർമ്മത്തോടു കൂടിയതല്ല എന്ന് തീരുമാനം ചെയ്യുന്ന പദാർത്ഥമാണ് നിർണയം. സൂത്രത്തിലെ വിമൃശ്യ എന്ന പദം നിർണയ ലക്ഷണത്തിൽ നിത്യമായിട്ട് ഉള്ളതല്ല, സംശയിച്ചിട്ട് എന്നാണല്ലോ അർത്ഥം പറയുന്നത്. വിമൃശ്യ എന്നതിന് സംശയിച്ചിട്ട് എന്നർത്ഥം പറഞ്ഞു. ഇവിടെ സൂത്രത്തിൽ വിശേഷണമായിട്ട് വിമൃശ്യ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് നിത്യമല്ല എന്ന് പറയുന്നു. കാരണം ശാസ്ത്രത്തിൽ വിഷയങ്ങള് പ്രമാണ പരീക്ഷ ചെയ്ത് യഥാതഥമായിട്ട് വിപരീതമായിട്ട് നിർണയിച്ച് ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതാണല്ലോ ശാസ്ത്രം. അതുകൊണ്ട് അവിടെ സംശയം എന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ ശാസ്ത്രം പറയുമ്പോ അവിടെ വിമൃശ്യ എന്ന വിശേഷണത്തിന് പ്രസക്തിയില്ല. നിർണയം ശാസ്ത്രത്തിൽ നടക്കുന്നുണ്ട്, പക്ഷെ അത് സംശയിച്ചിട്ടല്ല എന്നേ ഉള്ളൂ. അപ്പൊ അവിടെ വിമൃശ്യ എന്ന വിശേഷണം ഒഴിവാക്കാം. അതുപോലെ ഉപദേഷ്ടാവ്, ശാസ്ത്രം ഉപദേശിക്കുന്ന ആള്, ആചാര്യൻ, ഉപദേശിക്കുന്ന ആൾക്കും സംശയമില്ല. ഉപദേശിക്കുന്ന ആള് പഠിച്ചിട്ടാണല്ലോ ഉപദേശിക്കുന്നത്. പഠിച്ച സമയത്ത് അയാളുടെ സംശയങ്ങൾ തീർന്നു, അതുകൊണ്ട് അയാൾ സംശയരഹിതനായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഉപദേഷ്ടാവിലും ഈ വിമൃശ്യ എന്ന വിശേഷണത്തിന് പ്രസക്തിയില്ല. അതുകൊണ്ട് പക്ഷപ്രതിപക്ഷാഭ്യാം അർത്ഥാവധാരണം നിർണയ എന്നും മാത്രം നിർണയത്തിന്റെ ലക്ഷണം പറഞ്ഞാൽ മതി. വിമൃശ്യ എന്ന വിശേഷണം ഒഴിവാക്കാം എന്നർത്ഥം. പഠേതാക്കളുടെ വിഷയത്തിലാണ് വിമൃശ്യ എന്നതിന് പ്രസക്തി. പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, അവർക്ക് സംശയം ഉണ്ടാവാം. പഠേതാക്കളുടെ വിഷയത്തിൽ വിമൃശ്യ എന്ന വിശേഷണത്തിന് പ്രസക്തിയുണ്ട്.
ഉപദേഷ്ടാവിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ വിഷയത്തിൽ വിമൃശ്യ എന്ന വിശേഷണത്തിന് പ്രസക്തിയില്ല. അപ്പൊ ശാസ്ത്രത്തിലും ഉപദേശത്തിലും പക്ഷപ്രതിപക്ഷാഭ്യാം അർത്ഥാവധാരണം നിർണയ എന്നും മാത്രം നിർണയത്തിന്റെ ലക്ഷണം പറഞ്ഞാൽ മതി എന്നർത്ഥം. അപ്പൊ അങ്ങനെ ഈ പ്രത്യക്ഷത്തിൽ പറയുന്നു. ഇനി പ്രത്യക്ഷത്തിൽ എന്താണ്? പ്രത്യക്ഷ പ്രമാണം എടുക്കുമ്പോ അവിടെ പക്ഷപ്രതിപക്ഷങ്ങളൊന്നും ഇല്ലല്ലോ. പ്രത്യക്ഷമായിട്ട് ഒരാളൊരു വിഷയത്തെ അറിയുമ്പോൾ അവിടെ പക്ഷപ്രതിപക്ഷങ്ങളില്ല. അതുകൊണ്ട് പക്ഷപ്രതിപക്ഷാഭ്യാം എന്ന അംശത്തിനും പ്രസക്തി ഇല്ലല്ലോ എന്ന് വരുന്നു. പ്രത്യക്ഷമാണ് വിഷയമെങ്കിൽ അവിടെ പക്ഷപ്രതിപക്ഷാഭ്യാം എന്ന പദങ്ങൾക്കും പ്രസക്തിയില്ല. അതുപേക്ഷിക്കാം. അതുപേക്ഷിച്ചിട്ട് അർത്ഥാവധാരണം നിർണയ എന്നും മാത്രം പറഞ്ഞാൽ മതി എന്നൊരു പക്ഷമുണ്ടാകുന്നു. പ്രത്യക്ഷത്തിൽ പക്ഷപ്രതിപക്ഷാഭ്യാം എന്നതും കൂടി വിട്ടുകളഞ്ഞ് അർത്ഥാവധാരണം നിർണയ എന്ന് മാത്രം പറഞ്ഞാൽ മതി എന്ന അഭിപ്രായം ഉണ്ടാകും. അങ്ങനെ അഭിപ്രായം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രതിപക്ഷം വരുന്നു. ഇത് ഭാഷ്യകാരൻ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഈ അർത്ഥാവധാരണം നിർണയം എന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് വാത്സ്യായനൻ തന്നെ പറയുന്നു, ഭാഷ്യകാരൻ തന്നെ പറയുന്നു. അങ്ങനെ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാഷ്യവും വായിക്കുന്നവരിൽ ഉണ്ടാകുന്ന സംശയം, ആ സംശയത്തെയാണ് ഇവിടെ ഉന്നയിക്കുന്നത്. മരുഭൂമിയിൽ വെള്ളം കാണുന്നു, പ്രത്യക്ഷമാണ്. മരുഭൂമിയിൽ വെള്ളം കാണുന്നു. ഇല്ലാത്ത വെള്ളമാണ് കാണുന്നത്, ഉള്ള വെള്ളമല്ല. അതുപോലെ ആകാശത്തിന് നീല നിറം കാണുന്നു. മുകളിലേക്ക് നോക്കുമ്പോൾ നീലാകാശം കാണുന്നു. ഇല്ലാത്ത നീലാകാശമാണ് കാണുന്നത്. നീലാകാശം എന്ന ആകാശമില്ല. മരുഭൂമിയിൽ ഇല്ലാത്ത വെള്ളം കാണുന്നു, ആകാശത്ത് ഇല്ലാത്ത നീലിമയും കാണുന്നു. അങ്ങനെ കാണുമ്പോൾ ഈ കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ആലോചന കൂടാതെ നമ്മൾ ഈ ഇന്ദ്രിയ പ്രത്യക്ഷത്തെ ശരിയായി അംഗീകരിച്ച് അർത്ഥാവധാരണം ചെയ്യുകയാണ് എങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനമായിരിക്കുമോ ഇല്ലയോ? മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്നും നീലാകാശം മുകളിലുണ്ടെന്നും ഒക്കെ ധരിച്ചാൽ അത് അവധാരണമല്ല, അത് പ്രമയല്ല, അത് ഭ്രമമാണ്, തെറ്റിദ്ധാരണയാണ്. അത് യഥാർത്ഥ ജ്ഞാനമല്ല, പ്രമയല്ല. അതുകൊണ്ട് ഇങ്ങനെയെല്ലാം കാണുമ്പോൾ സ്ഥാപനോപാലംബങ്ങൾ കൂടാതെ എങ്ങനെ നിർണയം വരും എന്ന ശങ്ക ഉണ്ടാവുന്നു. മരുഭൂമിയിൽ വെള്ളമുണ്ടോ ഇല്ലയോ എന്ന് സ്ഥാപിക്കണം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് സ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് ഉപാലംബിക്കണം. അതുപോലെ നീലാകാശം ഒന്നുകിൽ നീലാകാശമുണ്ട് എന്ന് സ്ഥാപിക്കണം, അല്ലെങ്കിൽ നീലാകാശം ഇല്ല എന്ന് ഉപാലംബിക്കണം. ഇങ്ങനെയുള്ള ചില സ്ഥാനങ്ങളിൽ സാർവലൗകികമായ ഭ്രമമുണ്ടാകുന്ന സന്ദർഭം, പ്രത്യക്ഷത്തിൽ സാർവലൗകികമായ ഭ്രമമുണ്ടാകുന്ന വിഷയങ്ങളിൽ അർത്ഥാവധാരണ നിർണയ എന്നും മാത്രം പറഞ്ഞാൽ മതിയോ? അതോ അവിടെ സ്ഥാപനോപാലംബനങ്ങളെ കൂടി സ്വീകരിച്ചിട്ട് സ്ഥാപനോപാലംബനങ്ങൾ ചെയ്തിട്ട് സ്വീകരിക്കുകയാണോ വേണ്ടത് എന്നാണ് സംശയം. സ്വാഭാവികമായിട്ട് അവിടെ ഉപാലംബനങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് കിട്ടുക. ചെയ്യണ്ട എന്നാരും പറയില്ല.
നീലാകാശമുണ്ട് എന്നും മരുഭൂമിയിൽ വെള്ളമുണ്ട് എന്നും അംഗീകരിക്കാൻ ആർക്കും പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ ഈ ഭാഷ്യാഭിപ്രായം ഇതാണ് എങ്കിൽ കൂടി പ്രത്യക്ഷ വിഷയത്തിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ട്. ഇങ്ങനെ ചില പ്രതിഭാസങ്ങൾ കാരണം ഈ മരുഭൂമിയിൽ വെള്ളം കാണുന്നതും ആകാശം നീലനിറം കാണുന്നതൊക്കെ ഇത് ജ്യോതിഷ പ്രതിഭാസം കൊണ്ടാണ്, ഒപ്റ്റിക്കൽ ഫിനോമിനൻ ആണ് ഇതിന്റെ എല്ലാം കാരണം. ഈ ഒപ്റ്റിക്കൽ ഫിനോമിനൻ നമ്മൾ അറിയുന്നത് സയൻസ് കൊണ്ടാണ്. അപ്പോഴവിടെ സയൻസിനെ ആശ്രയിക്കേണ്ടി വരും, വിജ്ഞാനത്തെ ആശ്രയിക്കേണ്ടി വരും. വിജ്ഞാനത്തെ ആശ്രയിച്ച സ്ഥാപനോപാലംബനങ്ങൾ ചെയ്തു നോക്കേണ്ടി വരും. അപ്പൊ പ്രത്യക്ഷത്തിൽ പോലും സ്ഥാപനോപാലംബനങ്ങൾ വേണ്ടി വരും. അതായത് പക്ഷപ്രതിപക്ഷങ്ങൾ അവിടെയും വരും. ഈ കാണുന്നത് ശരി എന്നൊരു പക്ഷം, നീലാകാശം കാണുന്നത് കൊണ്ട് നീലാകാശമുണ്ട്, വെള്ളം കാണുന്നത് കൊണ്ട് മരുഭൂമിയിൽ വെള്ളമുണ്ട്, ഇതൊരു പക്ഷം. നീലാകാശം കാണുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ നീലാകാശമില്ല. മരുഭൂമിയിൽ വെള്ളം കാണുന്നുണ്ട് എങ്കിലും വാസ്തവത്തിൽ അവിടെ വെള്ളമില്ല എന്ന് വേറൊരു പക്ഷം. ഇതിലൊന്ന് പക്ഷവും മറ്റേത് പ്രതിപക്ഷവുമാകുമല്ലോ. രണ്ടും പക്ഷമാവാൻ പറ്റില്ല. ഒന്ന് പക്ഷമായാൽ മറ്റേത് പ്രതിപക്ഷമായി കഴിഞ്ഞപ്പോ തന്നെ. പക്ഷപ്രതിപക്ഷങ്ങൾ ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പക്ഷപ്രതിപക്ഷാഭ്യാം അർത്ഥാവധാരണം എന്ന് വരില്ലേ എന്നാണ് സംശയം. അങ്ങനെ വരുമ്പോൾ അവിടെ സ്ഥാപനോപാലംബനങ്ങൾ ചെയ്യേണ്ടി വരും എന്നർത്ഥം. അപ്പൊ ഇവിടെ നിർത്താം. നിർണയം എന്ന പക്ഷത്തിൽ നമുക്ക് നിർത്താം. അപ്പൊ ഇതോടുകൂടി ഒന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ ആന്യകം കഴിഞ്ഞു. രണ്ടാമത്തെ ആന്യകത്തിൽ വാദം എന്ന പദാർത്ഥത്തിന്റെ വിചാരം ആരംഭിക്കുന്നു. ക്ലാസ്സിൽ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ സോമട്ട, ഈ ഭാഷയുണ്ടല്ലോ, ഭാഷ ഉണ്ടായത് ഈ മറ്റുള്ള ജീവികളിൽ നിന്ന് മനുഷ്യന്റെ ബ്രെയിന് സങ്കീർണമായപ്പോ